നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാറു, നിന്റെ ഫോൺ അടിക്കുന്നു. ചേട്ടാ ഒന്ന് വേഗം പോ. എന്നിട്ട് നീ ഹോസ്റ്റലിൽ എത്തിയത് ഈ സമയത്ത്, അതും മതിൽ ചാടി കടന്ന്. എന്താ ഇതിന്റെ അർത്ഥം? ഈ സമയം വരെ നീ എവിടെയായിരുന്നു പാർവതി? എവിടെയായിരുന്നു പാർവതി? സത്യം പറയേ. കണ്ടില്ലേ, പാർവതി വാ തുറക്കുന്നില്ലല്ലോ. പറയില്ല ഇവള്. കാരണം പുറത്ത് പറയാൻ കൊള്ളാത്ത എന്തോ രഹസ്യം ഉണ്ട് ഇവളുടെ മനസ്സില്. കൈലാഷ്, ഒരു ഹോസ്റ്റൽ വാർഡൻ എന്ന നിലയിൽ ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അറിയാനുള്ള അവകാശവും അന്വേഷിക്കാനുള്ള അധികാരവും എനിക്കുണ്ട്. ഞാൻ ചോദിക്കുമ്പോ മറുപടി പറഞ്ഞേ പറ്റൂ. പക്ഷെ ഞാൻ എത്ര ചോദിച്ചിട്ടും പാറുവിൽ നിന്ന് സത്യസന്ധമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അത് ധിക്കാരമാണ്. അതുകൊണ്ട് പാറുവിനെ ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. മാഡം, ഒന്നും പറയണ്ട കൈലാഷ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മീര, മാഡം, പാറുവിന്റെ ബാഗ് എടുത്തിട്ട് വാ. ഇവളുടെ ഒരു സാധനവും റൂമിൽ ഉണ്ടാവരുത്. എല്ലാം അവളുടെ ബാഗിൽ എടുത്ത് വെക്കണം. മാഡം, എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞത്? പാർവതി, നിന്നെ ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ അത് നിനക്ക് ചീത്തപ്പേരാ. അത് സംഭവിക്കാതിരിക്കാനാ ഞാൻ ചോദിക്കുന്ന. എവിടെയായിരുന്നു നീ? നീ ഒന്നും പറയാത്തത് കൊണ്ടാ മാഡത്തിന്റെ ദേഷ്യം. അത് നിന്റെ ധിക്കാരമായിട്ടാ മാഡം കാണുന്നത്. നീ തുറന്നു പറയാൻ തയ്യാറായാൽ ഈ നിമിഷം ഈ പ്രശ്നം അവസാനിക്കും. തുറന്നു പറയ് പാർവതി. മാഡം, പാറുവിന്റെ ബാഗ് എനിക്കെന്തിനാ തരുന്നത്? അവൾക്ക് കൊടുക്ക്. പാറു, കൈലാഷ്, കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ. പാർവതി വാ. വരാനല്ലേ പറഞ്ഞ? ഇറങ്ങ. പാർവതി വരൂ. വേണ്ട സാർ, സാറിന്റെ മമ്മി എന്നെയും വഴക്കുറയും സാറിനെയും വഴക്കുറയും. എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടാൽ മതി. ഞാൻ എന്റെ നാട്ടിലേക്ക് പോയിക്കോളാം. പാർവതി തന്നെ പേടിക്കുന്ന ഞാനില്ലേ കൂടെ? മമ്മി ഒന്നും പറയില്ല. വന്നോ. നിക്ക്. ഇവളെന്താ ഇവിടെ? ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം മമ്മി. പാർവതി, താൻ മുകളിലേക്ക് പൊയ്ക്കോ. ഉറക്ക ക്ഷീണം ഉണ്ടാവില്ലേ? മുകളിലത്തെ ഫസ്റ്റ് റൂമിൽ കിടന്നോ. പൊയ്ക്കോളൂ. നിക്ക്. കൈലാഷ്, ഇവളെ നീ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? പറ. അത് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും ഇവളെ മുകളിലോട്ട് പറഞ്ഞയക്കണോന്ന്. നേരം കേട്ട നേരത്തെ ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? പറ. മമ്മി, മമ്മിയുടെ പെർമിഷൻ വാങ്ങാതെ ഞാൻ പാർവതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാണ് മമ്മിയുടെ ദേഷ്യം എന്ന് എനിക്കറിയാം. പാർവതി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടുന്ന് പോയത്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. നേരെ വന്ന് മമ്മിയോട് പെർമിഷൻ വാങ്ങാൻ തന്നെയായിരുന്നു എന്റെ പ്ലാൻ. പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ മമ്മി എല്ലാം അറിഞ്ഞു. ഡാഡി,
ഞാൻ പാർവതിയുടെ ഹോസ്റ്റലിൽ പോയത് ഡാഡി എന്തിനാ മമ്മിയോട് പറഞ്ഞ? ഞാൻ വന്നിട്ട് പറയായിരുന്നില്ലേ? നീ കാറും എടുത്ത് പോകുന്നത് കണ്ടോണ്ട് നിന്റെ മമ്മി ബാൽക്കണി നിൽക്കുന്നുണ്ടായിരുന്നു. വാർഡൻ ആവശ്യപ്പെട്ടിട്ട് നീ ഹോസ്റ്റലിൽ പോയതാണെന്ന് എനിക്ക് പറയേണ്ടി വന്നു. സീതയിൽ നിന്ന് ഞാനെന്തിനത് മറച്ചു വെക്കുന്നത്? നിന്റെ മമ്മിയല്ലേ? കൈലാഷ്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? മമ്മി, അത് ഹോസ്റ്റലിലെ ചെറിയൊരു പ്രശ്നം. വാർഡൻ പാർവതിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. അത് പറയാനാ വാർഡൻ എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞ. അവിടെ ചെന്നപ്പോഴാ ഞാനത് അറിയുന്നത്. ഈ ഒരു രാത്രിയില് പാർവതി എവിടെയെങ്കിലും താമസിപ്പിക്കണ്ടേ? ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടാ ഇവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോണം, അല്ലാതെ ഓടിപ്പടച്ച് ഇങ്ങോട്ടല്ല വരേണ്ടത്. മമ്മി, പാർവതി ഇങ്ങോട്ട് വന്നതല്ല, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. പ്രായം തികഞ്ഞൊരു പെണ്ണല്ലേ ഇവള്. വാ, വീട്ടിലേക്ക് പോകാന്ന് നീ വിളിച്ചപ്പോ അല്പം പോലും നാണമില്ലാതെ നട്ടപ്പാതിരക്ക് ഇവള് നിന്റെ കൂടെ വന്നിരിക്കുന്നു. ദേ, ഇതൊന്നും സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. പാർവതി ആദ്യമായിട്ടാണോ മമ്മി ഇങ്ങോട്ട് വരുന്നത്? മമ്മിക്ക് വയ്യാണ്ട് കിടന്നപ്പോ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ പാർവതി ഇവിടെ വന്ന് മമ്മിയെ സഹായിച്ചിട്ടില്ലേ? ഞാൻ ആക്സിഡന്റ് പറ്റി കിടന്നപ്പോ രാത്രിയും പകലും പാർവതിയല്ലേ എന്നെ നോക്കിയത്? അന്നും പാർവതിക്ക് ഈ പ്രായം തന്നെയായിരുന്നു. അന്ന് മമ്മിക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ. നിനക്ക് എങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചത്? ഇവള് കാരണമല്ലേ? ഓ, മമ്മിയെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയില് നീ അത് മറന്നുപോയോ? മറന്നതല്ല, മറന്നതായിട്ട് അഭിനയിക്കുന്നതാ. ഇവക്ക് വേണ്ടി വാദിക്കുമ്പോ ഇവള് 100% ശരിയാണെന്ന് സ്ഥാപിക്കണമല്ലോ അല്ലേ? നീ മറന്നതായിട്ട് അഭിനയിച്ചാലും ഇവള് കാരണം നീ കൈയും കാലും അനക്കാൻ പറ്റാതെ കിടന്നൊന്നും മമ്മി മറന്നിട്ടില്ല. ഇങ്ങനെ നന്ദി കേട്ട് പറയരുത് മമ്മി. സർ, ദയവേത് മാഡത്തിനോട് വഴക്കിന് പോരുത്. മാഡം പറഞ്ഞതാ ശരി. സാറ് വിളിച്ചപ്പോ നേരം കെട്ട നേരത്ത് ഞാൻ സാറിന്റെ കൂടെ വന്നത് തെറ്റ് തന്നെയാ. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയപ്പോ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാതിരുന്നതും തെറ്റ് തന്നെയാ. എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടാ മതി, ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാന്ന് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ. സാറിനെ വഴിയിൽ ഉപേക്ഷിച്ചില്ലല്ലോ, എന്നോട് ദയ കാണിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. ഞാൻ പോവാ സാർ. പാർവതി, പാർവതി ഇവിടുന്ന് പോയാൽ എന്റെ വാക്കിന് പാർവതി ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് അർത്ഥം. അതോടെ നമ്മൾ തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിക്കും. സാർ, ഞാൻ മമ്മി, പാർവതിയെ കുറിച്ച് എന്തൊക്കെ തെറ്റായ വിശ്വാസങ്ങള് മമ്മിയുടെ മേലിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും തിരുത്താൻ മമ്മി തയ്യാറല്ല. അതാ മമ്മിയുടെ പ്രശ്നം. പാർവതിയെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും മമ്മീനെ പറയാൻ പാടില്ല. കൈലാഷ്, നിർത്ത്. വേണ്ട, അവനെ തടയണ്ട. അവൻ പറയട്ടെ, വായി വരുന്ന ഒക്കെ അവൻ പറയട്ടെ. ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് സ്വന്തം മമ്മിയോട് ഒച്ച വെക്കാൻ നമ്മുടെ മോൻ വളർന്നല്ലോ. ഇഷ്ടമുള്ള ഒക്കെ പറയട്ടെ. മമ്മി, പാർവതിയെ വേലക്കാരി എന്ന് വിളിക്കരുത്. വേലക്കാരി എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കണ്ടേ? പാർവതി വേലക്കാരി അല്ല. പിന്നെ ആരാ? ഇവളെന്ന തമ്പുരാട്ടിയോ? അറിയണോ മമ്മിക്ക്? പാർവതി ആരാണെന്ന് മമ്മിക്ക് അറിയണോ? പാർവതി ഞാൻ കൈലാഷ്, പാർവതി ഒരു രാത്രി ഇവിടെ താമസിപ്പിക്കണം. അതിൽ നിന്റെ ആവശ്യം? ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്ക്. ഈ ഒരു രാത്രി മാത്രം ഇവൾ ഇവിടെ താമസിച്ചോട്ടെ. പറ്റില്ല, ഒരു രാത്രി പോലും ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. സീത, നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലെ ചെയർമാൻ ഒക്കെ ആയിരിക്കും, ഇവൻ അതിന്റെ MD ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് തീരുമാനവും എടുക്കാം, ഞാൻ ഇടപെടില്ല. പക്ഷേ ഇതെന്റെ വീടാ. നിങ്ങൾ എന്റെ ഭർത്താവും ഇവൻ എന്റെ മോനുമാ.